വിശേഷപ്പെട്ട ആ മഹാശിവരാത്രി ദിനം ഇങ്ങെത്തിക്കഴിഞ്ഞു. മഹാശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്തു. മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം ഓം നമഃശിവായ മന്ത്രത്താൽ മുഖരിതമാകും. ദേവാദിദേവനായ മഹാദേവന്റെ ഈ പുണ്യമായ നാമത്തിലൂടെ പ്രപഞ്ചവും മനുഷ്യ മനസ്സും കൂടുതൽ ശുദ്ധമാവുകയും ചെയ്യും. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ശിവരാത്രി ദിനം വളരെ വിശേഷ ദിനമായി ആഘോഷിച്ചു വരികയാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷപ്പെട്ട ദിവസവുമാണ്. മരിച്ചുപോയവരുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുവാനും ഈ ദിവസം പ്രധാനമാണ് എന്നാണ് വിശ്വാസവും. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി, അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി. ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നും അർത്ഥമുണ്ട്. ശിവരാത്രി വ്രതം വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതവുമാണ്. പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു. മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസവും. കൂവളത്തിൻ്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമൊളിച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ, ശിവസഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ. മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് കൂവളത്തിൻ്റെ മാലയും. ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് മഹാദേവന്റെ പ്രീതിക്കായി ഭക്തജനലക്ഷങ്ങളാണ് ഈ പ്രാർത്ഥന നടത്തുക. ശിവരാത്രി വ്രതം എടുക്കുന്നത് ഐശ്വര്യകരവും ദുരിത നാശകരവുമാണ് എന്നാണ് വിശ്വാസവും. സങ്കടമോചകനാണ് സാക്ഷാൽ മഹാദേവൻ. നമ്മളെ വിട്ടുപോയ നമ്മുടെ പൂർവികർക്ക് വേണ്ടി ശിവരാത്രി ദിനം പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമായ ഒരു ദിനം കൂടിയാണ്. നമ്മുടെ ഭാരതത്തിൽ എല്ലായിടത്തും മഹാശിവരാത്രി ദിനം വളരെ ആഘോഷത്തോടെ തന്നെയാണ് കൊണ്ടാടുന്നത്. കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ്. ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടത്താറുമുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി ദിവസം ഇവിടെ എത്തിച്ചേരുന്നതും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വളരെ വിപുലമായി ആഘോഷിക്കുന്നുണ്ട്. ഓം നമഃശിവായ എന്ന പരമപുണ്യമായ നാമം ഉരുവിട്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് ആ മഹാദേവന്റെ അനുഗ്രഹത്തിനായി ലക്ഷോപലക്ഷം ഭക്തർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. പൈശാചികത കൂടുന്ന ഈ ലോകത്ത് ദേവാദിദേവനായ ആ മഹാദേവന്റെ ഓം നമഃശിവായ എന്ന മന്ത്രത്താൽ നമ്മുടെ പ്രപഞ്ചം മുഴുവനും ശുദ്ധമാകട്ടെ, മനസ്സും ശുദ്ധമാകട്ടെ. ഏവർക്കും മഹാശിവരാത്രി ദിന ആശംസകൾ.